പൂളിനകത്ത് മൂത്രം ഒഴിച്ചിട്ടുണ്ടോ? പൂളിനകത്ത് ചെയ്തിട്ടില്ല, പുഴയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും എപ്പോഴെങ്കിലും അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് ആയിട്ടുണ്ടോ? അല്ല, അതൊരു മെയിൻറ്റെയിൻ ബാലൻസ് ഉണ്ട് അതില്. അതെടുത്തപ്പോ തന്നെ പിറ്റേ കൊറോണ ടെസ്റ്റിന്റെ കാര്യമല്ലോ പറഞ്ഞത്. കൊറോണ ടെസ്റ്റിന് ബാലൻസ് അക്കൗണ്ട് ബാലൻസ് പോയിട്ട് ചുമ്മാ പറഞ്ഞതാണ്. ഇപ്പൊ ഓക്കെ ആണല്ലോ? ഇപ്പൊ ഓക്കെയാണ്. അക്കൗണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. എന്റെ ഈശ്വര, അല്ല ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നത്? അവിടെ തന്നെ. അത് പെൺപിള്ളേരൊക്കെ ചോദിക്കാറുണ്ടോ നമ്പർ? നമ്മളൊരു വില്ലന്റെ പേരാണ് രസം. ഫ്ലിക്കോ? അതെന്റെ പേര്. വില്ലന്റെ പേരാണ് ചോരക്കുഞ്ഞ്. ഇൻട്രോവേർട്ട് ആണോ? അത് കണ്ടറിയത്തില്ലേ? ऐसे ना तू दिल धोखा हर जाए मेरा कोई भी नहीं. അടിപൊളി. നീ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേ അടിക്ക് മാസ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഖൽബ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാർത്തിക് ശങ്കർ ആൻഡ് അബു സലീം, വെൽക്കം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലേ? ബന്ധമില്ലെന്നല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അതുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ മേഖല തമ്മിൽ വലിയ ബന്ധമില്ല. ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ്. കണ്ടന്റ്സ് ആണ്. അതെ അതെ അതെ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളുടെയും കണ്ടന്റ് തമ്മിൽ ആദ്യം തന്നെ ഒന്ന് വിലയിരുത്തിക്കും. നിങ്ങളല്ലേ വിലയിരുത്തണ്ടേ? നിങ്ങളല്ലേ ഇൻഫ്ലുവൻസേഴ്സ്? നിങ്ങൾ രണ്ടാളുടെ ഞാൻ ഫസ്റ്റ് ആളുടെ പറയാം. കണ്ടോ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഫാമിലി എന്റർടൈനർ. എന്റെ ഉമ്മക്കൊക്കെ അറിയാം. അങ്ങനെ ഞാനും കുറെ കണ്ടിട്ടുണ്ട് ആളുടെ. അതൊന്നും ലിപ്സിങ്കിന്റെ ബിഗിലെ എന്ന് പറയും. ബിഗില് പറഞ്ഞിട്ട് 4 കൊല്ലായി. ലൈക്ക് നമ്മൾ നോർമലി ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ഭയങ്കര ബോഡി ബിൽഡേഴ്സ് ഒക്കെയാണ്, ഭയങ്കര മാസ് ഒക്കെ ചെയ്തത്. അപ്പൊ അതേ ധനുഷിനെയൊക്കെ പോലെ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് ഫസ്റ്റ് അങ്ങനെയല്ലേ ടിക്ടോക്കിലൊക്കെ, അപ്പൊ വിചാരിച്ചിരുന്നു ഇത്ര വൈറലാവുന്നു? ഇല്ലില്ല, വിചാരിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല, എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തിട്ട് അങ്ങനെ. കാർത്തികേട്ടൻ എങ്ങനെയായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലോട്ട് എത്തിയത്? ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിംസ് ചെയ്ത് തന്നെ. ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ് യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എന്തോ ദൈവാനുഗ്രഹത്തിന് അങ്ങ് ഹിറ്റായി. അപ്പോൾ അതിനുശേഷം പിന്നെ ഓക്കെ, നമുക്ക് ഇതിലൊരു സാധ്യത ഉണ്ടെന്ന് തോന്നി. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് നമ്മുടെ ലോക്ക്ഡൌൺ ടൈമിൽ ആ സമയത്തൊക്കെ നമ്മളെ കൂടുതൽ എന്റർടൈൻ ചെയ്യിച്ച ഒരു വലിയൊരു പാട്ടുണ്ട് അമ്മയും വല്യച്ഛനും. എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മ ഇപ്പം വേറെ ഉപ്പും മുളകിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നും ഇത് ലൈക്ക് ഡേറ്റ്സ് ഒന്നും തരാറില്ല. ഇപ്പൊ അമ്മയെ കാണാൻ തന്നെ കിട്ടാറില്ല. മിസ് ചെയ്യുന്നുണ്ടോ അമ്മയായിട്ടുള്ള? കുഴപ്പമില്ല, അമ്മ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് ഉടനെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, നിങ്ങളുടെ ഒരു ഫാമിലി വീഡിയോ എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. അത് ഈ സിനിമയുടെ കുറച്ച് ഇപ്പോ ഖൽബ് ഇതിന് മുമ്പ് 2 പടം കഴിഞ്ഞു, അത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞും ഒരു പടം ചെയ്ത് കഴിഞ്ഞു, അപ്പൊ അടുത്ത ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ബാക്ക് ടു ബാക്ക് ഈ ആക്ടിങ് പ്രോജക്ട്സിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് ഗ്യാപ്പ്, സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അതിനുവേണ്ടി സമയം കണ്ട് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സീരീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ലൈക്ക് ഓരോരോ എപ്പിസോഡ്സ് അമ്മയും മോനും തമ്മിലുള്ള, ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സീസൺ 2 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവോ? ഇനി അങ്ങനെ ഒരു സീസൺ 2 ആയിട്ട് അതിനുള്ള സമയം ഇപ്പം പരിമിതമാണ്. അപ്പൊ എന്നാലും ചെറിയ സ്കെച്ച് വീഡിയോ പോലെ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ബട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും യൂട്യൂബിൽ ഒരു ട്രെൻഡിങ് നമ്പർ തന്നെ ആയിരിക്കും. അയ്യോ, അത് അറിയത്തില്ല, എന്തായാലും ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് കാർത്തികേയന്റെ ഫാമിലിനെ കുറിച്ചൊക്കെ പറയാം. നമുക്കറിയാം, അബുവിന്റെ ഫാമിലിനെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ ഫാമിലി ഉപ്പ ഖത്തറിലാണ്, പിന്നെ ഉമ്മ ഹൗസ് വൈഫ്, 2 അനിയത്തിണ്ട്, 1 അനിയൻ, പിന്നെ ഇത്ത മാരീഡ് ആണ്, ദുബായിലുള്ളതാണ്. ഇവര് സിബ്ലിങ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ആണോ? ഇല്ല, ആരുമില്ല. അപ്പൊ എവിടുന്നാണ് ഈ ഒരു ആക്ടിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എവിടുന്ന? ഇങ്ങനെ ഫ്രണ്ട്സ് വഴിയാണോ? ഇല്ല, ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നത് ഫ്രണ്ട്സ് തന്നെയാണ്. ഫ്രണ്ട്സ് കൊണ്ട് തന്നെ ഇങ്ങനെ വന്നത്, അവരുടെ സപ്പോർട്ട്സും കാര്യങ്ങളും. പെട്ടെന്ന് ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോ എന്തായിരുന്നു തോന്നിയത്? ടിക്ടോക്ക് അപ്പോൾ എനിക്ക് 1.4 മില്യൺ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കംബാക്ക് പരിപാടി ഉണ്ടാവൂല, അവിടെ നിർത്തി. പിന്നെ ഓഡിയൻസ് ഡിഫറൻസ് ആണല്ലോ, ടിക്ടോക്കിന്റെ വേറെ ഇൻസ്റ്റാഗ്രാമിന്റെ വേറെ. അപ്പൊ അത് ക്യാച്ച് ചെയ്യാൻ കുറെ പണിയുണ്ടായി. എന്നിട്ട് ഒരു ഹോപ്പ്, എവിടെയോ ഒരു ഹോപ്പ് ഉണ്ടായി, അത് പിടിച്ച് തൂങ്ങി കയറി. ഇപ്പൊ എത്ര മില്യൺ? 4 മില്യൺ അല്ലേ? 4 മില്യൺ. അന്ന് ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്ത സമയത്ത് വിചാരിച്ചിരുന്നോ ഇതിൽ നിന്നൊരു നമുക്കൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാന മാർഗം ഇതായിരിക്കും? ഇല്ല, ഞാൻ വിചാരിച്ചത് ഇതില് ഫെയിമും പോപ്പുലാരിറ്റിയും മാത്രമേ ഉള്ള.
പിന്നെ റവന്യൂന്റെ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാർത്തികേട്ടൻ പക്ഷെ ആദ്യം പോലെ യൂട്യൂബിലായിരുന്നോ അതോ? യൂട്യൂബ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ്. ഫസ്റ്റ് പിന്നീട് ടിക്ടോക്ക് വന്ന സമയത്താണ് ടിക്ടോക്കിലേക്ക് ഒന്ന് പോയത്. ടിക്ടോക്കിൽ മുമ്പ് യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഷോർട്ട് ഫിലിംസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ. അന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ തന്നെ വളരെ കുറവ് ചാനൽസ് ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ഈ നമ്മുടെ ഈ കാർത്തിക് സൂര്യ ആ ചാനൽസ് അങ്ങനെ കുറച്ച് ചാനൽസ് ആ സമയത്ത് അവരൊക്കെ ഇതായി വരുന്നേ ഉള്ളായിരുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ യൂട്യൂബിൽ. അപ്പൊ എന്താ മേജർ ഡിഫറൻസ് ഫീൽ ചെയ്യാറുള്ളത്? നമ്മൾക്ക് കിട്ടുന്ന വ്യൂസ് കുറവുണ്ട് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ഒരുപാട് ചാനൽസ് വരുന്നതുകൊണ്ട്? ഇല്ല, അങ്ങനെയില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിലുള്ള കണ്ടന്റ് അല്ലേ ചെയ്യുന്നത്. പിന്നെ എന്റെ മേഖലയിൽ തന്നെയും ഒരുപാട് ചാനൽസ് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് അവരുടെ കണ്ടന്റ് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആര് കൊടുത്താലും അതിനൊരു റീച്ച് ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ കുറെ വീഡിയോസ് അവർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നു, അത് കുറെ ചാനൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല വീഡിയോസ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗെറ്റ് ഗുഡ് റീച്ച്. അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ അല്ലാണ്ട് ഇഷ്ടമുള്ള ഒരു 3-4 ചാനലിന്റെ നെയിം പറയോ? അയ്യോ, ലൈക്ക് ഫാമിലി വ്ലോഗ് ഒന്നും അല്ല, നമുക്ക് അല്ലാണ്ട് ഇഷ്ടമുള്ള ഇതുപോലെ നമ്മുടെ കരിക്ക് പോലത്തെ അങ്ങനത്തെ ചാനൽസ് ഉണ്ടല്ലോ. കരിക്ക് ഒബ്വിയസ്ലി ഇഷ്ടമാണ്. പിന്നെ അല്ലാതെ പിന്നെ ഈ ഗ്ലാമി ഗംഗ എന്ന് ബ്യൂട്ടി വ്ലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റീൽ ഇങ്ങനെ ഞാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് നേരിട്ട് കാണുകയൊക്കെ ചെയ്ത് നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ വേ ഓഫ് പ്രസന്റേഷൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ലാങ്ങിലുള്ള അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പം ആൺകുട്ടികളും ബ്യൂട്ടി വ്ലോഗ്സ് ഒക്കെ കാണാറുണ്ട്. അങ്ങനല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റൈലും അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ രസമാണ്. ഞാൻ കൂടുതൽ അതിന്റെ റീൽസ് ആണ് കാണുക. ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ടിപ്സും ചുമ്മാ കാണുക മാത്രമല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു ബ്യൂട്ടി ടിപ്പും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഫോളോ ചെയ്യുന്ന നാച്ചുറലി ഉള്ള ഒരു സൗന്ദര്യമാണ്. അബുവിന് ഇഷ്ടമുള്ള ചാനൽസ് ഏതൊക്കെയാ ഇതുപോലെ യൂട്യൂബിലോ? അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളുടെ ഒരു മേഖല ഈ വീഡിയോസ് ആണല്ലോ, യൂട്യൂബ് ഇൻസ്റ്റാ വീഡിയോസ് ആണല്ലോ, അങ്ങനെ ഇഷ്ടമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയാ? ഇഷ്ടമുള്ളത് ഇപ്പോ അല്ലമീൻ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം. ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ വരും. പലർക്കും ഇപ്പൊ എന്റെ വീഡിയോസ് കാണുമ്പോഴേ നമ്മുടെ പേര് ചിലപ്പോ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അങ്ങനെ പറയും. കാരണം വീഡിയോസ് എന്തുകൊണ്ടാണ് ഈ മാസ് കണ്ടന്റുകൾ എടുക്കുന്നത്? നമ്മുടെ കൽബിലെ മെയിൻ വില്ലനാണ് കേട്ടോ. വില്ലനാണോ? മെയിൻ വില്ലൻ, ഹീറോയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് മെയിൻ വില്ലൻ. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? ഹീറോ ഞങ്ങൾ ഹീറോയുടെ ഫ്രണ്ട്സ്. നമ്മളൊന്നും ഫ്രണ്ട്ഷിപ്പേ ഇല്ല, അടി പറക്കെടുത്തിട്ട് വില്ലനാണ്. പക്ഷെ വില്ലന്റെ പേരാണ് രസം. എന്താ ഗസ് ചെയ്തു ഒരു പേര്? പ്ലിക്കോ. അതെന്റെ പേര്. വില്ലന്റെ പേരാണ് ചോരക്കുഞ്ഞ്. ചോരക്കുഞ്ഞോ? ഇത് നിങ്ങളുടെ പേരൊക്കെ എന്താ? പ്ലിക്കോ, പിന്നെ പ്ലിക്കോ, ട്രൈമോൾ, ചാവ, കാൽപോ. കാൽപോ ആണ് ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പ്ലിക്കോ. പിന്നെ ട്രൈമോൾ ഉണ്ട്, ചാവയുണ്ട്, ജമൈക്കയുണ്ട്. ജമൈക്ക ഇതൊക്കെ ആരുടെ പേരാ? തലവേദന ഗുളിക എന്തോ അല്ലേ? ട്രൈമോൾ തലവേദനയുടെ ഗുളിക. അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, വള്ളി പിടിച്ചോണ്ട് വരുന്ന ഒരാളാണ്, തലവേദന പിടിച്ചോണ്ട് വരുന്ന ആള്. ചാവ എന്ന് പറഞ്ഞാൽ ചതിയും മഞ്ചനയും അങ്ങനെ വന്നിട്ടേക്കുന്നത്. അങ്ങനെ കുറച്ച് ഇതാണ്. എതിരാളിയാണ് ഇരിക്കുന്നത്. കാൽപോ ഇതുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്, തിയേറ്റർ ഫൈറ്റ് ഉണ്ട്. ഈ നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് വില്ലനായിട്ട് തന്നെ എടുത്തതാണല്ലേ? അപ്പൊ ആരായിരുന്നു അബുവിനെ എന്താ വന്ന് സംസാരിച്ചതാരായിരുന്നു? ഇൻസ്റ്റാഗ്രാം വഴി സംസാരിച്ച് എന്നിട്ട് മീറ്റ് ചെയ്തിട്ട്. ഇത് ഫസ്റ്റ് മൂവിയാണോ? മൂവി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഒരു ഫാമിലി മൂവി, ചെക്ക് എന്ന് പറഞ്ഞിട്ട്. അത് 2020 എഴുതിയ. അത് കഴിഞ്ഞിട്ട് ഇതാ. അതിലും വില്ലനല്ല, അതിൽ ഹീറോന്റെ ഫ്രണ്ട്. ഈ ഫാമിലിയുടെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഇതുപോലെ ഈ മാസൊക്കെ ചെയ്യുന്ന സമയത്ത്? ഇത്രയും പെട്ടെന്ന് ഒരു വില്ലനായിട്ടൊക്കെ ഒരു റിയാക്ഷൻ ഒന്നും ഇടാത്ത ആൾക്കാരാ. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാ? സപ്പോർട്ട് ഒന്നും പറയലില്ല, അത്രേ ഉള്ളൂ. സപ്പോർട്ടായിട്ടൊന്നും ഇല്ല, പിന്നെ ഒന്നും പറയലില്ല. എന്തേലും വലിന്റെ സിഗരറ്റ് വലിന്റെ അടിയുടെ എല്ലാം കാണുമ്പോ അങ്ങനെ ചെയ്യുന്നത് അതൊക്കെ സീനാണ്. ഉമ്മായിക്കൊന്നും ഇഷ്ടമായിരിക്കില്ല. ചോദിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ശരിയാവും, അങ്ങനെ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഈ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ ധനുഷിന്റെ സൗണ്ട് അതൊക്കെ വെച്ചിട്ട് മാരിയിലേക്ക് അതൊക്കെ ചെയ്തിട്ടില്ലേ? പിന്നെ അതുപോലെ അങ്ങനെ മാസ് കഥാപാത്രങ്ങളാ. ശരിക്കും സിനിമയിൽ ഒരു മാസ് റോളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണോ? 100%. കാർത്തികേട്ടന് കിട്ടുകയാണെങ്കിൽ എങ്ങനത്തെ കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാൻ ആഗ്രഹം? എനിക്ക് മാസ് അങ്ങനൊന്നും മൈൻഡിലേ ഇല്ല. എനിക്ക് നെഗറ്റീവ് റോൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും നെഗറ്റീവ് റോൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഷോർട്ട് ഫിലിംസിലൊക്കെ ട്രൈ ചെയ്തൂടെ? ഇല്ല, ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ അതെ,
അല്ലാതെ വെളിയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഇനിയുള്ള സാധനം അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും പോയാലും കണ്ടോ. നെവർ ഹാവ് ഐ എവർ ഗൂഗിൾഡ് മൈസെൽഫ്. എപ്പോഴെങ്കിലും നമ്മളുടെ പേര് ഗൂഗിൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തു. ഉണ്ട്. ഓക്കെ. എപ്പോഴായിരുന്നു ഫസ്റ്റ് ചെയ്തത്? ലൈക്ക് ഒരുപാട് നാൾക്ക് മുമ്പാണോ? അല്ല, ഇത് ചെയ്താൽ എങ്ങനെ എന്താണ് വരുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ ചെയ്തതാണ്. എന്നിട്ട് പേര് പേര് മാത്രമേ വന്നിട്ടുള്ളൂ, അല്ല നമ്മളൊക്കെ നമ്മൾ അറിയാത്ത സംഭവങ്ങളൊക്കെ വരും ഗൂഗിളൊക്കെ ചെയ്ത് നോക്കും. ബാബുവിന്റെ എക്സ്പീരിയൻസ് പറയും. ചെയ്യുമ്പോ എൻ്റെ വന്നത് മ്യൂസിക്കൽ ആർട്ടിസ്റ്റ്. ഇപ്പൊ ഉള്ളത് മ്യൂസിക്കൽ ആർട്ടിസ്റ്റ് തന്നെയാണ്. ഞാൻ ഒറിജിനൽ 2 സോങ് ചെയ്തിട്ടുണ്ട്, ഹിന്ദി ചെയ്തിട്ടുണ്ട്. പാടാനോ? പാടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. പാടും അത്യാവശ്യം. പാടിക്കേ. ഇപ്പഴാ പിന്നോടാ ഹിന്ദി പാട്ടൊന്ന് രണ്ടുപേര് ഞാൻ പാടിയത് തന്നെ. तेरी जान में मेरी जा समाई, ऐसे ना तू दिल धोखा हर जाए, मेरा कोई भी नहीं है तेरे सिवा, तुझे पाकर मैं पूरा हुआ, मेरा कोई भी नहीं है तेरे सिवा, तुझे पाकर मैं पूरा हुआ, तेरी जान में मेरी जा समाई. അടിപൊളി. ഇതേപോലെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഞെട്ടിയത് നിങ്ങളുടെ നായിക നേഹ. പുള്ളിക്കാരത്തി പ്രൊഫഷണൽ സിംഗറാണ്. നല്ലതായിട്ട് അവര് പുള്ളിക്കാരത്തിയും ചേച്ചിയും സിംഗറാണ്. എനിക്ക് പാടിയിട്ടൂടെ? അല്ല, എന്റെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വീഡിയോ സോങ് ആണ്. വീഡിയോ അല്ല, ഇതില് റീൽസിൽ ഇടാറില്ലല്ലോ അങ്ങനെ. അതാണ് ഇനി അടുത്ത തലത്തിലേക്ക് പോവാം. അതെ അതെ, അടുത്തൊരു 2024 പാട്ട് പാടിക്കൊണ്ടേ അടിക്ക് മാസ് സ്ലോ പോലെ അടിപൊളിയായിരിക്കും. കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞുതരും. ഞാൻ ചാൻസ് വെച്ചിട്ടിരിക്കുക ഓർമ്മത്തില്. ഇനി ഫുള്ള് കൊളാപ്സ് ആയിരിക്കും. അടുത്തത്, നെവർ ഹാവ് ഐ എവർ ഗോൺ ടു എ പാർട്ടി ഐ വാസൻ ഇൻവൈറ്റഡ് ടു. വിളിക്കാത്ത ഒരു പാർട്ടിക്ക് ഉണ്ട്. എവിടെയാ? ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗിന് ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ട്. ഫ്രണ്ട്സും കൂടെ. കല്യാണമായിരുന്നു, എൻഗേജ്മെന്റ് ആയിരുന്നു. എന്തിന്റെ ഒരു ഇതിന്റെ റിസപ്ഷൻ പോലെ ഒരു പരിപാടി. അതിനകത്ത് പൊക്കിയിട്ടൊന്നുമില്ല, ആവശ്യമായിട്ട് കയറി. നല്ല ഫുഡായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇൻവൈറ്റ് ചെയ്തതിലേക്ക് കുറവാ പോക്ക്. ഇൻവൈറ്റ് ചെയ്താലും പോവില്ല, കുറവാ പോക്ക്. ഇൻവൈറ്റ് ചെയ്താലും പോവില്ല. അല്ല, ചെയ്താലും ഫംഗ്ഷനുകൾക്ക് പോലില്ല ഞാൻ. എനിക്ക് ശരിയാകത്തില്ല. ആൾക്കാരെ കുറെ മിങ്കിലല്ല. ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ആണ്. അത് കണ്ടറിയത്തില്ലേ? അതെ അതെ, ഇവിടെ ഫുൾ എക്സ്ട്രോവേർട്ടാ. പിന്നല്ലേ. അടുത്തത്, നെവർ ഹാവ് ഐ എവർ ചീറ്റഡ് ഓൺ ആൻ എക്സാം. എക്സാമിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഇവിടെ ഇൻട്രോവേർട്സിനെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര പേടിയാ. അയ്യോ, വറക്കും. പിന്നെ ഞാൻ വിളിച്ചെറിഞ്ഞാലേ എനിക്കൊരു സമാധാനം. അതെനിക്കും പറ്റിയിട്ടുണ്ട്. ഒരു വട്ടം ഞാനിങ്ങനെ ഒരു തുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കില്ല ചെക്ക് ചെയ്യാൻ ആൾ വരുമല്ലോ, സ്ക്വാഡ് എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കയറും. ഈ കയറിയിട്ട് ഞാൻ അവർ വരുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഈ 2 കൈ വിടുന്നില്ല, അങ്ങോട്ട് വിടുന്നില്ല. ഈ ഷോക്കായിട്ടേ വിടാ. അവരെന്റെ ഇവിടെ ഒക്കെ വന്ന് നോക്കിട്ട് പോയി. കണ്ടിരുന്നേ പിടിച്ചേനെ, പക്ഷെ എന്റെ ഈ 2 കൈ വിടുന്നില്ല. അങ്ങനെ ചെയ്തല്ലോ. ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് അതുണ്ട്. അവിടുന്ന് എടുക്കണോ, എന്താ എടുത്തെറിയണം. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പേടിച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് എറിഞ്ഞു, ചുരുട്ടി എറിഞ്ഞു. അത് വേറെ ഇല്ല. വെറുതെ ഞാൻ എഴുതിയാൽ തന്നെ ഞാൻ വിളിച്ചിട്ട് ആളെ പീഡിപ്പിക്കും. പിന്നെ എന്തായാലും ആൾക്ക് ഞാൻ എന്റെ ആക്ടിവിറ്റി കണ്ടാലേ മനസ്സിലാവും. അങ്ങനെ വർക്ക് എന്തായാലും കിട്ടിയവരൊന്ന് കോൾ അടിച്ചാണ്. അല്ല, ഞാൻ ചുരുട്ടിട്ട് ചെറിയ പീസല്ലേ, ചുരുട്ടിട്ട് വെളിയിലേക്ക് എറിഞ്ഞ എങ്ങോട്ടേ എറിഞ്ഞ. അറിയാതെ ആൻസർ അറിയാതിരിക്കുന്നവന്റെ മുന്നിലോട്ടായിരിക്കും വീണത്. അടുത്തത്, നെവർ ഹാവ് ഐ എവർ ഹാഡ് എ നെഗറ്റീവ് അക്കൗണ്ട് ബാലൻസ്. എപ്പോഴെങ്കിലും അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് ആയിട്ടുണ്ടോ? ഇല്ല. എന്റെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അക്കൗണ്ട് ആക്കിയിട്ട് 2 ദിവസം തന്നെ നെഗറ്റീവ് ആയി. അല്ല, അതൊരു മെയിൻറ്റെയിൻ ബാലൻസ് ഉണ്ട് അതില്. അതെടുത്തപ്പോ തന്നെ പിറ്റേ കൊറോണ ടെസ്റ്റിന്റെ കാര്യമല്ലോ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞതാണ്. അതന്നെ അക്കൗണ്ട് ബാലൻസ്. കൊറോണന്റെ എന്താ ചോദിക്കുന്നത്? കിളി പോയി.
ആ ഫ്ലോ എങ്ങോ അല്ലേ? അല്ല അതന്നെയാ, അതിലൊരു മെയിൻ്റെനൻസ് ബാലൻസ് ഉണ്ടല്ലോ, അത് എടുക്കുമ്പോഴേക്കും നെഗറ്റീവായി. ഇപ്പൊ ഓക്കെ ആണല്ലോ? ഇപ്പൊ ഓക്കെയാണ്. അക്കൗണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇതിന് ബാങ്ക് അക്കൗണ്ട് ഏതാ? എന്റെയാ? എനിക്ക് 3 ഉണ്ട്. HDFC, ആക്സിസ്, ഫെഡറൽ. അത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം. സെറ്റ് അല്ലേ? അതന്നെ ഉറപ്പാ. പിന്നെ എടാ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കൊറോണ ടെസ്റ്റിന്റെ കാര്യമല്ല പറഞ്ഞു. ബാങ്ക് ബാലൻസ് നെഗറ്റീവ് അല്ലേ ചോദിച്ചേ? എന്റെ ഈശ്വര, ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ നമ്മൾ എവിടെ ചളി അടിക്കാൻ പോകരുത്. ഇനി ചളി അടിക്കൂ. അല്ല ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നത്? അവിടെ തന്നെ. ഓക്കെ, അടുത്തത്. നെവർ ഹാവ് എവർ ഗിവൻ സംവൺ എ ഫേക്ക് ഫോൺ നമ്പർ. ആർക്കെങ്കിലും ഫേക്ക് ആയിട്ടൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഫേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്ന ഒരു നമ്പർ, അല്ലാതെ ഉടായ്പ നമ്പർ അങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മുടെ തന്നെ യൂസ് ഇല്ലാത്തൊരു ഫേക്ക് ആയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂട്ടുകാരനെ കൊടുക്കല്. കൂട്ടുകാരനെ കൊടുക്കുക. ആരെങ്കിലും നമ്പർ എടുത്ത് ചോദിച്ചാൽ അവർ അവിടെ നിന്ന് മിസ് കോൾ അടിക്കും. അപ്പൊ ഈ കൂട്ടുകാരൻ്റെ റിംഗ് ആവുമ്പോ നമ്പർ സേവ് ചെയ്തിട്ടോ അത് പെൺപിള്ളേരൊക്കെ ചോദിക്കാറുണ്ട് നമ്പർ? ഇല്ല, പെൺപിള്ളേരെ ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിച്ചിട്ടില്ല. പെൺപിള്ളേർ ചോദിച്ചാൽ കൊടുക്കുമോ? പെൺപിള്ളേര് ഈ പടത്തിന്റെ സോങ്ങിന്റെ ഷൂട്ടിനായിട്ട് നോർത്തിൽ ഷൂട്ടിന് പോയപ്പോ അവിടെ വരെ ഫാൻസ്. അവിടെ ഇപ്പൊ നമ്മുടെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ലവ് ഫ്രം ബംഗ്ലാദേശ്, ലവ് ഫ്രം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് കൽബ് ബംഗാളിലേക്ക് മൊഴിമാറ്റുന്ന. ഹിന്ദിക്കാരാണല്ലേ കൂടുതൽ ഫാൻസ്? ഇന്ത്യക്കാരാണ്. മലയാളീസ് തിരൂരുണ്ട്. ആദ്യമുള്ളത് ബാംഗ്ലൂരാ, പിന്നെ മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, പിന്നെ തിരൂർ വരുന്നത്. ഓ, പിന്നെയാണ് തിരൂര്. ഓ, അപ്പൊ അവിടെയാണ് കൂടുതൽ പിടിപാട്. നെവർ ഹാവ് എവർ സ്പെൻഡ് മണി ദാറ്റ് വാസ് ഇൻ മൈൻഡ് ടു സ്പെൻഡ്. നമ്മുടേതല്ലാത്ത പൈസ കയ്യിൽ എടുത്ത് ചെലവാക്കിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. നെവർ ഹാവ് എവർ വോണ്ട് സംതിങ് ഐ ടുക്ക് ഔട്ട് ഓഫ് മൈ ഡേർട്ടി ലോണ്ട്രി. അഴുക്ക് തുണിന്നൊക്കെ ഊരിയിട്ടതൊക്കെ എടുത്ത് വീണ്ടും ഇട്ടിട്ടുണ്ടോ? അത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നത് ഉണ്ട്. ആ മുഖം കണ്ടാ അറിയാം. ഉണ്ടോ? ഇട്ടിട്ടുണ്ട്. അതൊരു ഹോബിയാണോ? അങ്ങനെ അതൊരു എമർജൻസി പർപ്പസ്. ഓക്കെ, ലാസ്റ്റ് ആണേ. നെവർ ഹാവ് എവർ പീഡ് ഇൻ എ പൂൾ. പൂളിനകത്ത് മൂത്രം ഒഴിച്ചിട്ടുണ്ടോ? പൂളിനകത്ത് ചെയ്തിട്ടില്ല, പുഴയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പുഴയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ, പൂൾ ചെയ്തിട്ടില്ല. പുഴ കുഴപ്പമില്ല, ഒഴുകുന്നല്ലേ. പൂളിൽ പിന്നെന്താ ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് മാറ്റുമോ? എന്താ ഒഴുകളയില്ലേ പൂളിലും? എന്നാലും ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചുമ്മാ സീരിയസ്ലി ചെറുപ്പത്തിലല്ലേ ചെയ്തത്, നമ്മളല്ലാതെ ചെയ്തില്ലല്ലോ. വണ്ടർലയിൽ എന്നാ ലാസ്റ്റ് പോയത്? വണ്ടർല അങ്ങനല്ല, നമ്മുടെ അല്ലാതെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അല്ല, വണ്ടർലയിലെ പൂള് അവിടെ ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ആ സെഗ്മെന്റ് അത്ര ഉള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സെഗ്മെന്റ്? അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും ഹൽബിലോട്ട് വരാണെങ്കിൽ ഹൽബ് എന്നാണ് അപ്പൊ റിലീസ്? ജനുവരി 12. എന്തൊക്കെ പ്രതീക്ഷകളാണ് അബുവിനുള്ളത്? എനിക്കൊന്നുമില്ല. ഞാൻ ചെയ്തത് ആൾക്കാരെങ്ങനെ അംഗീകരിക്കും. ഇപ്പൊ എന്താ കറന്റ്ലി അബു ചെയ്തത്? ലൈക്ക് ഈ സോഷ്യൽ മീഡിയ അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ട്രെയിനിങ്ങിലാണ്, ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക. മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്റെ ഒരു 2 മാസം കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ആവും. ഓക്കെ. കാർത്തികേട്ടൻ ഈ സോഷ്യൽ മീഡിയ മാറ്റി കഴിഞ്ഞാൽ എഞ്ചിനീയർ ആണോ? സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പൊ ഇപ്പോഴും അതും ഇതിന്റെ കൂടെ അത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. നമ്മുടെ വർക്കുകളിലൊക്കെ എന്തെങ്കിലും സൗണ്ടിങ് പരിപാടികൾ ചെയ്യുന്നില്ലാതെ അത് ജോലിയായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ നിങ്ങൾ എന്തായാലും മലയാള സിനിമയിൽ ഇപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് മൂവീസ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ലൈക്ക് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോരുത്തരുടെ പേര് പറയാമോ? എല്ലാവരും ഫേവറേറ്റ് ആണ്. മോഹൻലാലാണ് എനിക്ക് ഫേവറേറ്റ്. ലാലേട്ടൻ്റെ ഫാനാണ്. നമ്മുടെ ഫാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ഫാനാണ്. ലാലേട്ടൻ്റെ ഫാനാണ്, മമ്മൂക്കയുടെ ഫാനാണ്. എന്നാലും ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ മാറ്റി നിർത്തിയാൽ പോലും നമുക്ക് ഒരുപാട് അല്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ലൈക്ക് ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ ഞാൻ മലയാളം ഒന്നും അറിയില്ല. മൊത്തത്തിൽ കമൽഹാസൻ. ഡൈ ഹാർഡ് ഫാനാണ്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. രജനി സാർ, കമൽഹാസൻ, അങ്ങനെ എനിക്ക് രണ്ടുപേരും ഇഷ്ടം. ധനുഷിനെ ഇഷ്ടം. അതെ, ധനുഷിന്റെ വീഡിയോസ് കംപ്ലീറ്റ് ആക്ടർ. എന്റെ അമ്മ ധനുഷിന്റെ വലിയ ഫാനാണ്. ഭയങ്കര ഫാനാ. ആക്ടർ എന്ന് പറഞ്ഞാൽ ധനുഷിന് ഭയങ്കര ഫാനാ. അപ്പൊ എന്തായാലും നമ്മുടെ മൂവി അപ്പോൾ ജനുവരി 12 റിലീസ്. അപ്പൊ എന്തായാലും മൂവി ഒരു വലിയ സക്സസ് ആവട്ടെ. അതിനു മുമ്പ് കാർത്തികേട്ട വീട്ടിൽ ചെല്ലുമ്പോൾ മസ്റ്റായിട്ടും അമ്മയോട് എന്റെ അന്വേഷണം പറയണം. നമ്മുടെ ഫുൾ ചാനലിന്റെ ഫുൾ അന്വേഷണം പറയണം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മൂവി ഒരു വലിയ സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.